അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാസൽ അനിൽ കുടിത്തോട്ടം കെ നൗഷാദ് എന്നിവർ തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ അവലോകന വീഡിയോ പരമ്പരയുടെ 17ാമത്തെ ഭാഗത്താണ് നമ്മളിന്ന് ഉള്ളത്. ആ സംവാദം കുടിത്തോട്ടം നൗഷാദ് തമ്മിൽ ഖുർആൻ്റെ ദൈവികത, ബൈബിളിൻ്റെ ദൈവികത എന്ന തലക്കെട്ടിലാണ് നടന്നത്. പക്ഷേ ആ തലക്കെട്ടിൽ നിന്ന് വ്യതിചലിച്ച് പ്രവാചകനെ അധിക്ഷേപിക്കാനാണ് കുടിത്തോട്ടം സമയം കണ്ടെത്തിയത്. അതിനകത്ത് അതിൻ്റെ സംവാദത്തിൻ്റെ എല്ലാ റൂൾസും മറികടന്നുകൊണ്ട് പ്രവാചകനെ അവഹേളിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ആ സംവാദത്തെ കുടിത്തോട്ടം കണ്ടത്. ആ സംവാദത്തിനിടയ്ക്ക് തന്നെയാണ് പ്രവാചകൻ്റെ മാതൃക നിങ്ങൾ കാണിക്കുക, 5-10 മാതൃക പറയാൻ പറ്റുമോ എന്നൊരു സംവാദത്തിൽ ചോദിക്കുന്ന വിഷയങ്ങളല്ല ഇത്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ അവർക്ക് ഈ സംവാദം എന്ന് പറയുന്നത് പ്രവാചകനെ കളിയാക്കാനും മോശമായി കാണിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ അപ്പോളജിറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെ കാണുന്നത്. വെച്ചാൽ നേരെ സംവാദം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നല്ലപോലെ അറിയാം. അപ്പോൾ പിന്നെ അവർക്ക് കുറേ സ്റ്റാൻഡേർഡായിട്ട് പ്രവാചകനെ കുറിച്ചുള്ള കള്ളക്കഥകളും പ്രമാണങ്ങളല്ലാത്ത കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വാദവരാതെ പറയുക എന്നുള്ളതാണ് അവരുടെ ഒരു ഏക വിമർശന രീതി. അപ്പോൾ സംവാദത്തിൽ നമുക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ സംവാദത്തിൽ ഇങ്ങനെ അക്കമിട്ട് പ്രവാചകൻ്റെ ഗുണമോ അതിനൊന്നും പറയാനുള്ള സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അതുപോലെ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ക്ഷമ എന്ന് പറഞ്ഞാലും ധീരത എന്ന് പറഞ്ഞാലും സൗമ്യത എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ അവിടെ അവർ ഇത് ചെയ്യും, റിഫ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഒരു കഥയില്ല, അതങ്ങനെ വെറുതെ അവർ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ തെളിവ് സഹിതം അത് വിസ്തരിച്ച് എങ്ങനെയാണ് അത് സൗമ്യത ആവുക, മറ്റുള്ളവരെ കാട്ടിയ സൗമ്യത എങ്ങനെയാണ് പ്രവാചകൻ ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണിച്ചിരുന്നത്. ധീരത എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ലാത്ത ഒരു ധീരത, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ ലോകത്ത് ഇങ്ങനെ ക്ഷമയുടെ സ്വഭാവം കാണിച്ചിരുന്നില്ല, അങ്ങനെ പ്രവാചകൻ കാണിച്ചു. ഇങ്ങനെ പറയണമെങ്കിൽ സെപ്പറേറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ഗുണവിശേഷങ്ങളെടുത്ത് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ വീഡിയോ പരമ്പര കൊടുത്തോടത്തിന് മറുപടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു വരുന്നത്. 16 ഭാഗങ്ങൾ കഴിഞ്ഞു. അങ്ങനെ പ്രവാചകൻ്റെ പല സവിശേഷ ഗുണങ്ങളും നമ്മൾ ഓരോ പാർട്ടിലും അതിൻ്റെ തെളിവ് സഹിതം ഹദീസ് നമ്പർ, ഖുർആൻ ആയത്തുകളെല്ലാം നമ്പർ സഹിതം പറഞ്ഞ് വിശദീകരിച്ച് വരികയാണ്. അങ്ങനെ ഈ 17ാമത്തെ ഭാഗത്ത് നമ്മൾ ഇത്രയും മുമ്പ് കണ്ടതെല്ലാം പ്രവാചകൻ്റെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ച സൗമ്യത, അദ്ദേഹം കാണിച്ച ധീരത, അതുപോലെ കുട്ടികളോടുള്ള കളിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു സ്വഭാവം, ആരുടെടുത്തും മോശമായിട്ട് സംസാരിക്കാത്തത്, പരുഷമായിട്ട് സംസാരിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല, യുദ്ധങ്ങളിൽ പോലും ധാർമ്മികത പുലർത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഈ ഒരു ഭാഗത്ത്, ഈ 17ാമത്തെ ഭാഗത്ത് നമ്മൾ തലക്കെട്ടിട്ടിരിക്കുന്നത് മനുഷ്യ സ്നേഹിയായ ഭരണാധികാരി എന്നുള്ളതാണ്. അപ്പം ഭരണാധികാരി എന്ന ഒരു നിലയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അത് ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഒരു 5-6 സംഭവങ്ങൾ മാത്രം. ഒരു ഭരണാധികാരിയായിരിക്കുമ്പോൾ ആ നാട്ടിലെ പ്രജകൾക്ക്, ജനങ്ങളുടെ അവരുടെ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു, അവരുടെ കഷ്ടപ്പാടുകളിൽ എങ്ങനെ ഇടപെട്ടിരുന്നു, എത്ര മൈന്യൂട്ടായിട്ടാണ് ഓരോരുത്തരുടെയും വിശേഷങ്ങൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ള കുറച്ച് സംഭവങ്ങൾ. അത് മാത്രം പറയണമെങ്കിൽ 30 എപ്പിസോഡ് പറയാം. ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രത്തെ കൊണ്ടുപോയത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് തൊട്ട് പോകുന്നതേ ഉള്ളൂ. ഇത് അപ്പം ആ ഒരു അർത്ഥത്തിൽ കുറച്ച് സംഭവങ്ങൾ എങ്ങനെയാണ് പ്രവാചകൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരുപാട് പ്രവിശ്യകൾ കാണുമല്ലോ. മദീനയാണ് ഹെഡ് ക്വാർട്ടർ, പ്രസിഡന്റ് എന്നുള്ള ടോട്ടൽ ഹെഡ് ക്വാർട്ടർ, ഒരു തലസ്ഥാനം, രാജ്യത്തിൻ്റെ തലസ്ഥാനം മദീനയാണെങ്കിലും പല കൂഫ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഓരോ ഗവർണർമാരെയൊക്കെ അയക്കും. അവിടെ പോയിട്ട് ഓരോ ചെറിയ ഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ അയക്കുമ്പോൾ, എപ്പോൾ ഒരു ഗ്രൂപ്പിനെ അയച്ചാലും പ്രവാചകൻ അവരോട് ആദ്യം പറയുന്നത് അവരോടത്ത് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല ശുഭവാർത്ത നിങ്ങളവരെ അറിയിക്കുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ശുഭവാർത്ത നിങ്ങൾ അറിയിക്കുക. അവരോട് അവരുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത്. ആ മനസ്സിൽ എന്തൊരാൾക്കാരാന്നുള്ള രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറരുത്. ലീനിയൻ്റ് ആയിരിക്കണം, അത് ദാക്ഷിണ്യം ഉള്ളത്, അത് വിട്ടുവീഴ്ച ചെയ്യുന്നൊരു ഭയങ്കര ടൈറ്റ് ചെയ്യരുത്, അത് ഒരു ഹാർഷായിട്ട് ഒരു പരുക്കമായ ഒരു സംസാരം, ഒരു രീതിയിൽ സ്വഭാവത്തിൽ അവരോട് പെരുമാറരുത് എന്ന് ഏത് ഗ്രൂപ്പ് പോയാലും, എവിടെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റ് ഒരു ജില്ലയിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രവിശ്യയിലേക്ക് അയക്കുമ്പോൾ അവരുടെ ആദ്യം കൊടുത്ത് വിടുന്ന ഉപദേശം ഇതാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ ഇത് ചെയ്തത് വെറുപ്പുണ്ടാക്കുക എന്നുള്ളത്. ഇത് ഒരു ഭരണാധികാരിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ആർക്കും ഒരു നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് റിവോൾട്ട് ഉണ്ടാവും. അപ്പം വളരെ ശ്രദ്ധിച്ച് ആൾക്കാരുടെ ഫീലിങ്സ് മനസ്സിലാക്കി നിന്നാൽ മാത്രമാണ് നമുക്ക് ഭരണത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ പ്രവാചകൻ വളരെ മനുഷ്യത്വപരമായ മനുഷ്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്നത് കാണാം. ഈ ഹദീസ് മുസ്ലിം 1732 എന്ന മുസ്ലിമിൽ കാണാം. ഈ ഹദീസ് കാണാം. വളരെ ശ്രദ്ധിച്ച് ജനങ്ങളോട് പെരുമാറണം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ തന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ അടുത്ത് ഞാൻ അവരെക്കാൾ അടുത്തവനാണെന്ന് പറയും എപ്പോഴും. ഒരു മുസ്ലിം തന്നോട് നമ്മളോട് ഏറ്റവും അടുത്ത ആൾ ഞാൻ തന്നെ ആയിരിക്കും ഒരു മനുഷ്യനോട്. അതിനേക്കാൾ അടുത്ത ആളാണ് ഞാൻ, അവരുടെ അടുത്ത ആളാണ് ഞാൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ മദീനയിൽ ചെന്ന കാലങ്ങളിൽ അവിടെ സാമ്പത്തിക ഭദ്രത ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു രാഷ്ട്രം ഉണ്ടായതേ ഉള്ളൂ. ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയും സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോഴത്തേക്ക് സക്കാത്ത് എന്ന ഒരു വലിയ സാമ്പത്തിക വിപ്ലവം സക്കാത്ത് എന്ന രീതിയിൽ പ്രവാചകൻ അവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പം അത് വരുന്നത് പക്ഷേ സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ഭദ്രത വരാത്ത സമയത്ത് ഒരു സംഭവം നടക്കും. അതായത് ആരെങ്കിലും ഒരു സഹാബി മരിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ജനാസ നിസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരമുണ്ട്. ലാസ്റ്റായിട്ട് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുന്നത്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്നുള്ള ഇതിലെല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അത് വെച്ചിട്ടാണ് അടക്കുക. അപ്പം ഒരു സഹാബി മരിച്ചു കഴിഞ്ഞാൽ ജനാസ നിസ്കരിപ്പിക്കുന്നത് പ്രവാചകൻ ഉണ്ടെങ്കിൽ പ്രവാചകൻ തന്നെയാണ് നിസ്കരിപ്പിക്കുക. അപ്പം അങ്ങനെ ഒരു മയ്യത്ത് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ പറയും, ആദ്യം ചോദിക്കും, ഈ മരിച്ച ആൾക്ക് കടം വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം കടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ നിസ്കരിപ്പിക്കും. കടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഇപ്പം ഞാൻ നിസ്കരിപ്പിക്കത്തില്ല, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ തന്നെ നിസ്കരിപ്പിക്കുക, നിങ്ങൾ ആരെങ്കിലും നിസ്കരിപ്പിച്ചോ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ ഒരു ബേസിക് റൂൾ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനും തമ്മിലുള്ള ഇടപാട് നമ്മൾ തന്നെ തീർക്കണം. അത് അള്ളാഹുവിൻ്റെ അടുത്ത് അവിടെ പോയാൽ കണക്ക് തീർക്കപ്പെടില്ല. നമ്മൾ തന്നെ അതിന് തീർത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ തന്നെ നമ്മൾ ഒതുക്കണം. അപ്പം അത് അള്ളാഹു അതിന് അത് പുറത്തു വരുത്തുമില്ല. അങ്ങനെ പല ഹദീസിലും കാണാം, കടമൊഴിച്ച് ബാക്കിയെല്ലാം അള്ളാഹു പുറത്തു വരും, ഇല്ല ദൈൻ എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഒരുപാട് ഹദീസുകൾ കാണാം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, കടം ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിപ്പിക്കത്തില്ല. അതിനകത്ത് വേറൊരു ആംഗിളും കൂടെ ഉണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവർ തന്നെ അതിന് ഏർപ്പാട് ചെയ്യും. മറ്റ് സഹാബകളെല്ലാം കൂടെ ചേർന്നിട്ടാലും ശരി, ഈ കടം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിലും നിസ്കരിപ്പിക്കും. ശരി, ഈ കടം ഞങ്ങൾ തീർത്തോളാം, വീട്ടിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിപ്പിക്കും. ഇതിനകത്തൊക്കെ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ കടമകൾ, ഒരു മനുഷ്യൻ്റെ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ഇസ്ലാം എത്രത്തോളം ബഹുമാനിക്കുന്നുള്ളത് നോക്കണം. അതൊക്കെ സെപ്പറേറ്റായിട്ട് ഓരോ സംഭവത്തിലും ഇത് ഒരുപാട് നന്മകൾ പറയാം നമ്മൾ. പക്ഷേ ഒരു ഹെഡിങ് ഇടുന്നതുകൊണ്ട് അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഒരു മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ആത്മീയതയുടെ പേരിൽ മനുഷ്യൻ്റെ അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല എന്നുള്ളതിന് ഇസ്ലാം വളരെ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു ഉദാഹരണമാണിത്. അപ്പം എന്തെന്ന് വെച്ചാൽ അങ്ങനെയാണ് ആദ്യകാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ, ഈ സക്കാത്ത് എന്നുള്ള ഒരു സാമ്പത്തിക വിപ്ലവം പ്രവാചകൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സക്സസ്ഫുള്ളാക്കി കാണിച്ചതിന് ശേഷം ഒരുപാട് ഖജനാവ് നിറഞ്ഞ് കവിയാൻ തുടങ്ങി. അത്രത്തോളം പൈസയുണ്ട് ഖജനാവിൽ. ആ സമയത്ത് പറയും, നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ ആ ആൾ സ്വത്ത് വിട്ടേച്ച് പോയാൽ അത് അവൻ്റെ അനന്തരാവശ്യങ്ങൾക്ക് ചേരും. ഇനി അതല്ല കടമാണ് വിട്ടിട്ട് പോകുന്നെങ്കിൽ അത് ഞാൻ തീർക്കുന്നത് ഗവൺമെൻറ് തീർക്കും എന്ന് പറയും. അതിലാണ് ഇത് പറയാം, ഞാൻ അവരെക്കാട്ടി അടുത്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ചരിത്രത്തിൽ എവിടെ ഉണ്ടായിട്ടില്ല. അതായത് ജനങ്ങളുടെ കടം ഗവൺമെൻറ് തീർക്കുക എന്നുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഗവൺമെൻറ് വാങ്ങിച്ച കടം ജനങ്ങളുടെ തലയിൽ വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട് ഉൾപ്പെടെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുറത്ത് പോയി വേൾഡ് ബാങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കടം വാങ്ങിച്ച് ഇവിടെയുള്ള ഓരോ സിറ്റിസൻ്റെ മുകളിലും തലയിലും എത്രയോ ലക്ഷക്കണക്കിന് രൂപ കടം നമ്മൾ ചുമത്തിയിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷേ ജനങ്ങൾ വാങ്ങിച്ച കടം ഗവൺമെൻറ് തീർക്കും എന്ന് പറഞ്ഞ ഒരേ ഭരണാധികാരി പ്രവാചകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മാനുഷികമായ പരിഗണന, ഞാനാണ് നിങ്ങളിൽ കൂടുതൽ അടുപ്പമുള്ളത്, നിങ്ങളെക്കാട്ടി അടുപ്പ് എനിക്കാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം. ഇത് മുസ്ലിമിൽ 867 കാണാം ഈ സംഭവം. മുസ്ലിം ഹദീസ് ഗ്രന്ഥത്തിൽ 867. അതുപോലെ തന്നെ ഈ നേതൃപാഠവും എന്നുള്ള പറയുമ്പോൾ, നേതൃപാഠവും വേണം, മനുഷ്യ സ്നേഹം കലർന്നുള്ള ഒരു ഡീലിങ്. അത് ഹുനൈൻ യുദ്ധത്തിൽ 2 സംഭവങ്ങൾ ചേർത്ത് നോക്കുമ്പോഴത്തേക്ക് കാണാം എത്രത്തോളം ഒരു സങ്കീർണമായ പ്രശ്നത്തെ ഒരു മാനുഷികമായ രീതിയിൽ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ഡീൽ ചെയ്താലും പാടി കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കേസാണ്. ഹുനൈനിലിപ്പോൾ നമുക്കറിയാം, മക്ക വിജയത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ നടക്കുന്ന യുദ്ധമാണ്. അപ്പം മക്കയിൽ നിന്നുള്ള പുതിയ ആൾക്കാർ അതിനകത്തുണ്ട്, പഴയ ആൾക്കാർ, മദീനയിലുള്ള ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഹവാസീൻ, സക്കീഫ് എന്നുള്ള ആ ഗോത്രങ്ങളും മറ്റ് അറബ് ഗോത്രങ്ങളും ചേർന്ന് ഇസ്ലാമിനെതിരായിട്ടുള്ള യുദ്ധത്തിന് വരുന്നത്. അപ്പം ആ യുദ്ധത്തിൽ ആദ്യ ഘട്ടത്തിൽ പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ടും ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു മുസ്ലിം സൈഡിൽ. അതിന് മുമ്പുള്ള യുദ്ധങ്ങളിലൊക്കെ വളരെ ബദറിലും ഉഹദിലൊക്കെ വളരെ തുച്ഛമായ, അല്ലെങ്കിൽ എതിരാളികളുടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറവായ ആൾക്കാർ വെച്ചിട്ട് അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇതിനകത്ത് നല്ല ആൾക്കാർ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, നമ്മൾ ആൾക്കാർ കൂടുതലുണ്ടല്ലോ. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇതിൽ അവർക്ക് ആദ്യം അടി കിട്ടും. അടി കിട്ടുമെന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ വക്കിലോളം വരും. ആൾക്കാരെല്ലാം ചിതറി ഓടേണ്ട ഒരു കേസൊക്കെ വരും. അവർ ഒളിഞ്ഞ് ഇരുന്നിട്ട് അവിടെ ഒരു വാലിയിൽ ഇരുന്നിട്ട് അമ്പുകൾ എയ്യുകയും കല്ലെറിയുകയൊക്കെ ചെയ്തിട്ട് ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയി. പിന്നെ പ്രവാചകൻ ധൈര്യമായിട്ട് അവിടെ നിന്ന് കളത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ആ യുദ്ധം ജയിക്കും.
അപ്പം അതാണ് സംഭവം, ഹുനൈൻ യുദ്ധം. അതിനകത്ത് രണ്ട് സംഭവങ്ങൾ. ഒരു സംഭവത്തിൽ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഇവർക്ക് ആ യുദ്ധ മുതലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അന്ന് ശമ്പളമൊന്നുമില്ല പട്ടാളക്കാർക്ക്, ഇന്നത്തെ പോലെ ശമ്പളവും പെൻഷനും അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് യുദ്ധത്തിന് പോകും, ഒന്നേ മരിക്കും അല്ലെ ജയിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന യുദ്ധത്തിന് വന്ന ആൾക്കാർ വിട്ടേച്ച് പോയ സാധനങ്ങൾ എടുത്തിട്ട് ഓരോരുത്തർക്ക് അവരുടെ റോൾ അനുസരിച്ച് കുതിരപ്പട കൊണ്ടുവന്ന ആൾക്ക് ഇത്ര, കാലാൾപ്പടയാണെങ്കിൽ ഇത്ര, ഒട്ടം കൊണ്ടുവന്നാണെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ആ യുദ്ധം മുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഗനിമത്ത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചില ആളുകൾക്ക്, മക്കാർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു സക്കാത്ത്, ഈ ഗനിമത്ത്. ഇത് പക്ഷേ അത് വിമർശനം ഉണ്ടായി. ഒരു സഹാബി ഇങ്ങനെ അത് ശരിയല്ല, അള്ളാഹുവിനെ ഭയന്നുള്ള ഒരു കാര്യമല്ല ഇത് എന്ന് പറയുകയും ഇത് കേട്ടിട്ട് പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് മറ്റൊരു സഹാബി പറയുകയും ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗനിമത്ത് കൊടുക്കേണ്ടത് സാലറി പോലെ അല്ല. സാലറി ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കണക്കനുസരിച്ച് ഈക്വലായിട്ട് സാലറി കൊടുക്കണം. ഇത് ചാരിറ്റിയാണ്, ഒരാളെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആവശ്യം നോക്കും, ആർക്കാണോ ആവശ്യം കൂടുതൽ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ നീതി എന്ന് പറയുന്നത്. അപ്പം ഇവർ മക്കാർ ഇപ്പോൾ പുതിയതായിട്ട് വന്ന് ഇസ്ലാമിൽ വന്നതേ ഉള്ളൂ, അങ്ങനെ പല ഗോത്രങ്ങളും. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈമാനൊന്നും ഉറച്ചിട്ടില്ല, അപ്പോൾ അവർ കൂടുതലായിട്ട് ഇതിനകത്ത് നിൽക്കും. മറ്റുള്ളവർ അങ്ങനെയല്ല, അൻസാരികളൊക്കെ പണ്ട് പോലെ ഇസ്ലാമിലുണ്ട്, അവർക്കെല്ലാം ഇതായിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വിമർശിച്ചപ്പോഴത്തേക്ക് ഒരു ദേഷ്യമുള്ള ആളാണെങ്കിൽ ഭരണാധികാരി എന്നുള്ള രീതിയിൽ നീ ആരാ പറയാനുള്ള രീതിയിലാണെങ്കിൽ അയാളെ പിടിച്ച് ശിക്ഷിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ചു പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മൂസാ നബിക്ക് അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയട്ടെ. കാരണം ഇതിനെക്കാട്ടി കൂടുതൽ വിഷമങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിനോട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ചോദ്യങ്ങൾ ചോദിക്കുക, എല്ലാത്തിനും തർക്കുത്തരം പറയുക, ഓരോന്നും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറയണം. അപ്പം ഒരു പ്രശ്നം, സങ്കീർണമായ പ്രശ്നം ഉണ്ടാകുന്നു, അത് ഡീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതാണ് കാരണം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, അവർക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ആൾക്കാരുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നത് വേറെയും പല സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ആ ഡീൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾ വേറെ ആരുണ്ട്? അത് ഉത്തരം എത്രയേ ഉള്ളൂ, എന്നെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടാൻ അർഹനായ ആൾ ആരുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത് മൂസാ നബിക്ക് റഹ്മത്ത് ചേട്ടുന്നത്. അതിൻ്റെ ലോജിക്കോടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആവശ്യവും ഒക്കെ പരിഗണിച്ചിട്ടാണ്. അവർ ഇസ്ലാമിൽ നിൽക്കണം, അവർ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്, അങ്ങനെ നോക്കിയിട്ടാണ്. അങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, അവർ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഒരു ഭരണാധികാരി ഇറങ്ങി വന്ന് തൻ്റെ പ്രജകളോട് അല്ലെങ്കിൽ തൻ്റെ അനുയായികളോട് അതിൻ്റെ ലോജിക്കുകളും അതിൻ്റെ ന്യായങ്ങളും സംസാരിച്ചാണ് പ്രശ്നം തീർക്കുന്നത്. ഇതില്ലാത്തതുകൊണ്ട് പല സ്ഥലത്ത് നമുക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിലും, ഒരു മാനേജ്മെൻ്റ് ആണെങ്കിലും, ഒരു കടയാണെങ്കിലും, ഒരു ഫാക്ടറി ആണെങ്കിലും തൻ്റെ ഈഗോയും തൻ്റെ സ്റ്റാറ്റസും കാണിക്കാനായിട്ട് ചില ആൾക്കാർ അതിന് കൂടുതൽ മുതിരുമ്പോൾ താഴെയുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ അതുമായിട്ട് സ്വരച്ചേർച്ച ഉണ്ടാകുമ്പോൾ ഈ ഈഗോ കാരണം തന്നെ ചെറിയ പ്രശ്നം അതിന് വലുതായി പോകുന്നത് കാണാം. പക്ഷേ ഇതങ്ങനെയല്ല. ആ പ്രശ്നം മുളയിലെ നുള്ളി അതിനെ സംസാരിച്ച് അതിൻ്റെ ലോജിക്കൽ പറഞ്ഞ് മനസ്സിലാക്കി ആ പ്രശ്നം തീർക്കുകയാണ്. അപ്പം ഇത് വളരെ കിടയറ്റ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവാചകനുണ്ടായിരുന്ന ഒരു ക്വാളിറ്റിയാണ്. അതിനകത്ത് മനുഷ്യ സ്നേഹം ഉണ്ടെന്നുള്ള നോക്കണം. അദ്ദേഹത്തിൻ്റെ എടുത്തതല്ല, അത് ആർക്കാണ് ആവശ്യം കൂടുതൽ കൊടുത്തതാണ്. അപ്പോൾ ഈ സംഭവം ബുഖാരിയിൽ 315060594335 ഇങ്ങനെയുള്ള ഹദീസുകളിൽ അത് കാണാൻ പറ്റും. ഒരു സഹാബി ഇത് എതിർക്കുന്നത് കൂടുതൽ കൊടുത്തേണ്ടത്. അപ്പം ഇതേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഹവാസീൻ സക്കീഫ് ഗോത്രങ്ങൾക്ക് എതിരാണല്ലോ സംഭവം. ഈ യുദ്ധം കഴിഞ്ഞിട്ട് അവരെല്ലാം മുസ്ലിമാവും. അപ്പം അടുത്ത പ്രശ്നം ഞാൻ പറഞ്ഞത്, ഒരു സംഭവം കഴിഞ്ഞാൽ അടുത്ത സംഭവം ഇതാണ്. ഹവാസീൻ ആൾക്കാർ അവർ മുസ്ലിം ആകുമ്പോഴത്തേക്ക് ഓക്കെ, അത് സന്തോഷമുള്ള കാര്യം തന്നെ. എന്നിട്ട് ഒരു പ്രവാചകനോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ മുസ്ലിമായി, അപ്പോൾ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആൾക്കാർ, തടവുകാരായിട്ട് പിടിച്ചിരിക്കുന്ന അടിമകൾ, അവരും ഞങ്ങളിൽ നിന്ന് പിടിച്ച സമ്പത്തും തിരിച്ചു തരണമെന്ന് പറയും. ഇത് വേറെ പ്രശ്നമായി. ഓൾറെഡി എടുത്ത ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞു, മറ്റാൾക്കാരുടെ കയ്യിൽ എത്തിയത്, അടിമകളാണെങ്കിലും പൈസ ആണെങ്കിലും എല്ലാം എത്തി. പക്ഷേ ഇവർ മുസ്ലിം ആവുകയും ചെയ്തു. ആയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം തിരിച്ചു തരണമെന്നുള്ളത്. അത് വളരെ ഒരു വലിയ ഷാർപ്പ് മൈൻഡുള്ള ഭരണാധികാരിക്കൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ പറയും, രണ്ടും ചോദിക്കരുത്, ഏതെങ്കിലും ഒന്നെടുക്കാൻ പറയും. നിങ്ങൾ അടിമകളും പിടിച്ചെടുത്ത സ്വത്തും രണ്ടും തിരിച്ചു ചോദിക്കുന്നു, രണ്ടും തരാൻ നിർവാഹമില്ല, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു പറയും. അപ്പോൾ അവർ കുറച്ച് ആലോചിച്ചിട്ട് പറയും, ശരി ഞങ്ങളുടെ അടിമകളായിട്ട് പിടിച്ച ആൾക്കാരെ തിരിച്ചു തരാൻ പറയും, ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരാൻ പറയും. ഇനി ഇത് വീതിച്ചു കൊടുത്ത ആൾക്കാരെ കൺവിൻസ് ചെയ്യണം, അത് അടുത്ത പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോയി സംസാരിക്കും, ഇങ്ങനെ വന്നിട്ടുണ്ട് അവർ മുസ്ലിങ്ങളായി, അവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ അടിമകളെ മാത്രം തിരിച്ചു കൊടുക്കണം എന്ന് ആ ജനങ്ങളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവരിൽ മിക്കവാറും പേര് സമ്മതിക്കും, ഓക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാം.
പക്ഷേ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണോ വന്നത്, ഒരു ഐക്യകണ്ഠമായ തീരുമാനമാണോ എന്നറിയാനായിട്ട് പറയും. ഇല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങൾ പോവുക, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുക, പോയിട്ട് നിങ്ങളുടെ നേതാക്കന്മാരോട്ട് കൂടി ആലോചിക്കുക, അവരുടെയും കൂടെ സംസാരിച്ചിട്ട് കറക്റ്റായിട്ട് ഒരു ബോൾഡായിട്ടുള്ള ഒരു കറക്റ്റ് ഡിസിഷൻ എൻ്റെ അടുത്ത് പറയാൻ പറയും. അങ്ങനെ അവർ പോയി സംസാരിച്ചിട്ട് അവരുടെ നേതാക്കൾ സംസാരിച്ച് ഓക്കെ ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ അടിമകളെ അവർ പിടിച്ചെടുത്ത ആൾക്കാരെ തിരിച്ചു കൊടുക്കും. അപ്പം അവർ സമ്മതിച്ചിട്ട് പോലും ഞങ്ങൾ തരാമെന്ന് ആൾക്കാർ പറയുന്നെങ്കിലും അത് അവർ മനസ്സിൽ നിന്ന് വന്നതാണോ, ഇത് പിന്നീട് ഒരു വിമർശനം ഉണ്ടാവുമോ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ നേതാക്കൾ സംസാരിച്ചിട്ട് ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്ന കാണാം. ഇത് സോൾവ്. അപ്പം ഇതിനകത്ത് മനുഷ്യ സ്നേഹവും കാണാം, ആ നേതൃപാഠവും കാണാം. ഇതൊക്കെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു രാഷ്ട്രം പടുത്തുയർത്തിയ ഇത്രയും അനുയായികളൊന്നും കൊണ്ട് അത്ര ഷാർപ്പ് പാഠവും മാനേജ്മെൻ്റൊക്കെ ഉള്ള ഒരു ക്വാളിറ്റിയാണ് പ്രവാചകനുള്ളത്. ഇത് ഹദീസ് ബുഖാരിയിൽ 2607 2608 ഇതിൽ കാണാം. ഹവാസിൻ ആൾക്കാർക്ക് അവരുടെ ആൾക്കാരെ തിരിച്ചു കൊടുക്കുന്നത്. ഇത് മറ്റൊരു സംഭവം, ഒരു ദിവസം രാവിലെ പ്രവാചകനും സഹാബികളും ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ മുടിയെല്ലാം എന്താ ഒരുമാതിരി പൊടിയടിച്ച് എണ്ണ കുറേ നാളായിട്ട് തേക്കാത്ത പരട്ട പോലെ ഇരിക്കുന്നു പറയത്തില്ല, അങ്ങനെയുള്ള മുടിയും ഉടുപ്പുകളൊക്കെ മുഷിഞ്ഞ് കീറി അവരുടെ ദേഹമൊക്കെ കാണുന്ന കണക്ക്, ചെരുപ്പുകളില്ലാതെ വളരെ ശോചനീയമായ അവസ്ഥ. അവർ കഴുത്തിൽ മാത്രം ഇട്ടിട്ടുണ്ട്, വാൾ വെച്ചിട്ടുണ്ട്, വാൾ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ പ്രവാചകൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പം മുദാർ ഗോത്രത്തിലുള്ള ആൾക്കാരാണ് അവർ. അപ്പം ആദ്യമായിട്ടായിരിക്കും അവർ കാണുന്നത്. അപ്പുറത്തെ കുറച്ച് ദൂരെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും, ഡയറക്റ്റ് മദീന ഇല്ലാതെ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്ന ഇല്ലാതെ. അവർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർ ഇങ്ങനെ പ്രവാചകൻ അവർ നോക്കിയിട്ട് അവരുടെ അവസ്ഥ കണ്ട് മുഖം അങ്ങ് ചുമന്നും മാറും. അതാണ് ഭരണാധികാരി. മനുഷ്യ സ്നേഹം എന്നുള്ളത് അങ്ങനെ വരണം മനസ്സിന്, അല്ലാതെ ഇതിന്ന് ഓടി രക്ഷപ്പെടല്ലേ. ഈ നമ്മുടെ ഭരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലുള്ള ഒരു ഗ്രൂപ്പ്, അത് കൺട്രോളിലാണോ അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത ഗ്രൂപ്പാണെങ്കിലും മനുഷ്യരാണോ അത് നിൽക്കുന്നത്, ഇങ്ങനെയും അവസ്ഥയുള്ള മനുഷ്യരാണോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ മുഖമെല്ലാം ചുമന്ന് ദേഷ്യം വന്ന് ഉടനെ വീട്ടിനകത്ത് പോയിട്ട് ബിലാലിൻ്റെ അടുത്ത് പറയും, ബാങ്ക് കൊടുക്കാൻ പറയും. ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വരും. ആൾക്കാരെല്ലാം നിസ്കാരത്തിന് സമയം എന്നുള്ള രീതിയിൽ വന്ന് ഇക്കാമത്തും പറഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. അവിടുത്തെ ആൾക്കാർ സംസാരിക്കും, ഖുർആൻ്റെ ആയത്തുകൾ എടുത്തിട്ട് സംസാരിക്കും. മനുഷ്യരെല്ലാം അള്ളാഹു ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഒരാളെ സംരക്ഷിക്കേണ്ട കടമ മറ്റൊരാൾക്കുണ്ട്. അതുപോലെ ദാനധർമ്മത്തിൻ്റെ ഔന്നത്യങ്ങൾ, അതിൻ്റെ വിശിഷ്ട സംഭവങ്ങൾ, ഇതെല്ലാം ഖുർആൻ ആയത്ത് ഓതി അവരുടെ അടുത്ത് പറയുകയാണ് ഇവർക്ക് ഇത് കൊടുക്കാനായിട്ട്, ദാനധർമ്മം ചെയ്യാനായിട്ട്, എന്നെ പെട്ടെന്ന് സാധനങ്ങൾ ഒപ്പിച്ച് ഇവർക്ക് ഉള്ളത് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ആയത്തെല്ലാം കോട്ട് ചെയ്ത് നല്ല പ്രസംഗം നടത്തി. ഉടനെ സഹാബികൾ അവർ വീട്ടിലുണ്ടായിരുന്ന എല്ലാം, ചിലവർ കാരയ്ക്ക, ചിലവർ ഗോതമ്പ്, ബാർലി, ചിലവർ ദിനാറ്, അങ്ങനെ തുണികൾ എന്തുണ്ടോ ഒരു അര പീസ് കാരയ്ക്കാണെങ്കിലും കൊണ്ട് ഇടുന്നു. ഒരുപാട് ഒരു സമ്പത്ത് കൊണ്ട് തരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ആകുമ്പോഴത്തേക്ക് അവിടെ തുണിയും സമ്പത്തൊക്കെ കൂമ്പാരം പോലെ ആവും. സഹാബി പറഞ്ഞു, അത് കണ്ട ഉടനെ പ്രവാചകന്റെ മുഖം സ്വർണം തിളങ്ങുന്ന പോലെ തിളങ്ങിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസ് മനുഷ്യ സ്നേഹം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇത് ആരാ കാണാതെ പോയാലും ഒരു പ്രശ്നമില്ല, അവർ ആരാന്നേ അറിയത്തില്ല. അപ്പുറത്തൊരു ദൂരം നിന്നും വന്ന ഒരു ഗോത്രത്തിലെ ആൾക്കാർ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു നേരം ചാപ്പാട് കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്യാം. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ഒരു മനുഷ്യരാണ് നമ്മളൊക്കെ മനുഷ്യരാണ്. അപ്പം അവർ നോക്കേണ്ട കടമ നമുക്കുണ്ട് എന്ന് ഖുർആൻ കോട്ട് ചെയ്ത് നിങ്ങൾ മാതൃക കാണിക്കുന്നത് ഇതേ കണക്കൊന്നും നിങ്ങൾ കാണില്ല ബൈബിളിൽ നിന്ന്. അവർ നിങ്ങൾ ഇങ്ങനെ ചെയ്തായിട്ട് ആരെങ്കിലും ചെയ്തായിട്ട് നിങ്ങളെ കാണിക്കും. ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കണ്ടിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് നാച്ചുറൽ ഫീലിംഗ് എന്നുള്ളതിനാണ് മുഖത്ത് വന്ന ഭാവം. മുഖത്ത് ആദ്യമേ ദേഷ്യം വന്ന് അവരെ കാണുമ്പോഴത്തേക്ക് ഈ കോലത്തിലാണോ നിങ്ങൾ ആൾക്കാരെ വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ സഹജീവികളെ വെച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അപ്പോഴത്തേക്ക് അവരെല്ലാം കൊണ്ടുവന്ന് സമ്പത്തെല്ലാം അപ്പോഴേക്ക് കൂമ്പാരം പറയാവുന്ന ഉടനെ മുഖം മാറി വളരെ സന്തോഷമായി തിളങ്ങുന്ന കണക്കാകുന്നു. ഇത് ആ മനസ്സിൻ്റെ ഉള്ളിൽ ബേസിക്കായിട്ട് നന്മ ഉള്ള മനുഷ്യന് മാത്രമേ ഇത് വരത്തുള്ളൂ. ഇത് നിങ്ങൾ എങ്ങനെ ഇത് കാണാതെ പോകുന്ന അറിയാം. നിങ്ങൾ വെറുതെ ഇല്ലാത്ത ഹദീസുകളും വേണ്ടാത്ത എല്ലാം വെച്ചിട്ട് പ്രവാചകനെ വിമർശിക്കാൻ മാത്രം, നിങ്ങൾ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനെ നിങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും നിഷ്പക്ഷമായിട്ട് പഠിച്ചു നോക്കും. ഓരോ മാതൃക എത്ര 17ാമത്തെ ഭാഗമായി നമ്മൾ എത്ര മാതൃകകൾ പറഞ്ഞ് എത്ര നിങ്ങൾ ഒരെണ്ണം ഇതിൻ്റെ കേസിൻ്റെ അത് കാണിക്കാൻ പറ്റും, ഒരെണ്ണം ചെയ്തതായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ അതിനകത്തൊന്നും മെനക്കെടുന്നില്ല, അങ്ങനെയൊന്നും പറയാനായിട്ട് നമുക്കതൊന്നും ആവശ്യമില്ല. പ്രവാചകൻ മാതൃക ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ജനങ്ങളിൽ ഇത് എത്തിക്കണം എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല നമുക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമോ വെറുപ്പോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പോൾ നോക്കുക, എന്നിട്ട് അവർക്ക് ആ സാധനം എല്ലാം കൊടുത്തിട്ട് എന്നിട്ട് ഒരു ഉപദേശം കൂടെ പറയും. ഇസ്ലാമിൽ ആരെങ്കിലും ഒരാൾ നല്ല ഒരു കാര്യം ചെയ്ത് മാതൃക കാണിച്ച് പിന്നീട് അത് ആൾക്കാർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നന്മ കംപ്ലീറ്റ് ആദ്യം ചെയ്ത് കാണിക്കുന്ന ആൾക്കാർക്ക് കിട്ടും. ഒരു ആൾക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കാണിച്ച് ദാനധർമ്മം കാണിച്ച് കളക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് വേറെ ആൾക്കാർ എത്ര ലോകാവസാനം വരെ ആരെല്ലാം ചെയ്യുന്നോ അതിൻ്റെ നന്മ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ആദ്യം ചെയ്ത് കാണിച്ച ഒരു നല്ല മാതൃക ചെയ്ത് കാണിച്ചുകൊണ്ട്. അതുപോലെ ഒരു ചീത്ത മാതൃക ആരെങ്കിലും ഇസ്ലാമിൽ ചെയ്ത് കാണിക്കുകയാണെങ്കിലും അതിൻ്റെ തിന്മയും
അത് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വന്ന് ചേരും എന്നൊരു ഉപദേശം കൂടെ കൊടുത്തിട്ടാണ് ആ ഹദീസ് എത്തിയിരുന്നത്, അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ എന്താ നോക്കുക, ഒരു ഭരണാധികാരി എത്രത്തോളം ഷാർപ്പായിട്ട് നോക്കുന്നു എന്നുള്ളതാണ്. അവർ ജനങ്ങളുടെ സിറ്റുവേഷനും അവരുടെ കാര്യങ്ങളും ഉടനെ സൊല്യൂഷൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരിക്കലുള്ള ഇന്നത്തെ കാലത്ത് ഇത്രയും നെറ്റ്വർക്കൊക്കെ ഉള്ള സമയത്ത് ഒരാളുടെ പ്രശ്നം തീർക്കണമെങ്കിൽ എത്ര കാലം കാത്തിരുന്ന് എന്താ ചെയ്യുമെന്നൊക്കെ അറിയാൻ വയ്യ. ഇത് മിനിറ്റ് സെക്കൻഡ്സിൽ തീർത്തു കൊടുത്തു അവരുടെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ കീൻ ഒബ്സർവേഷൻ ശ്രദ്ധിക്കണം. അതായത് ഒരു നിസ്കരിക്കാൻ പള്ളിയിൽ മദീനയിൽ ജുമായിൽ വരും, 5 നേരം ആൾക്കാർ വരും, എന്നാൽ ആൾക്കാർ വരുമല്ലോ, ഓരോരുത്തരെ നോട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആരാണ് ഇത്, ഓരോ ആൾക്കാർ മുഖം നോക്കിയിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കറക്റ്റായിട്ട് ഒരാൾ 3 ദിവസം വന്നില്ലെങ്കിൽ ചോദിക്കും ഇന്നാൾ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിനിടയ്ക്ക് ഒരാൾ വന്നില്ലെങ്കിൽ, അത് കണ്ടിന്യൂസ് 3 ദിവസം വന്നില്ലെങ്കിൽ ആൾ എവിടെ നിന്ന് ചോദിക്കണമെങ്കിൽ ഇതൊക്കെ എന്താണ് ആ കമ്മിറ്റ്മെന്റ് എന്ന് നോക്കണം. ആ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, ആ മനസ്സിൽ നിന്നുണ്ടാവുന്ന ആ സ്നേഹത്തിന്റെ വെളിപാട്. ഇങ്ങനെയാണ് സ്നേഹം എന്ന് വെറുതെ പറയും, ദൈവം സ്നേഹമാണ്, ഞങ്ങളുടെ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ കാണിക്കണം. മനുഷ്യനോട് സ്നേഹം വേണം. ദൈവത്തിന് മനുഷ്യനോട് സ്നേഹം കാണിക്കുന്നത് ദൈവം നല്ലൊരു നമുക്ക് എന്തോ വഴി കാണിച്ചു എന്നുള്ളത്. ഇതേപോലെ പ്രവാചകൻ ഇങ്ങോട്ട് അയച്ച് നല്ലൊരു വഴി കാണിച്ചു തന്നു എന്നുള്ളതാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം. അല്ലാതെ സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരു ഫേക്ക് ഐഡിയോളജി നിങ്ങൾ പറഞ്ഞു നടക്കുന്ന ആ സ്നേഹം അല്ല സ്നേഹം. ഇതാണ് സ്നേഹം. അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട. ജനങ്ങളെ കൊണ്ട് ഒരു പ്രവാചകൻ അയപ്പിച്ച പ്രവാചകൻ കാണിച്ച മാതൃക ഇന്ന് പിൻപറ്റുന്നതുകൊണ്ട് ലോകത്തിന് എത്രത്തോളം നന്മകളാണ്. ഇതെല്ലാം പിൻപറ്റുന്ന കൊണ്ട് ലോകത്തിന് എത്ര നന്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നത്. ഇതൊക്കെ വായിച്ച് ഒരു മുസ്ലിം കറക്റ്റായിട്ട് ജീവിക്കുമ്പോൾ, പ്രവാചകനെ പിൻപറ്റുമ്പോൾ ആ സമൂഹത്തിൽ വരുന്ന മാറ്റം, ആ സമൂഹത്തിനുണ്ടാകുന്ന നന്മകൾ നിങ്ങൾ ചിന്തിച്ചു. ഓരോന്നോരോന്നോരോന്ന് നമ്മളിത് കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ. ഒരു 20 മിനിറ്റ് തീരാനായിട്ട് ഒരു 5-6 സംഭവം മാത്രം എടുക്കുന്ന ഹെഡിങ് തന്നെ കണക്കില്ലാതെ എടുക്കാം. ഹെഡിങ് സംഭവങ്ങൾ ഇഷ്ടം പോലെ. ഇതൊക്കെ നിങ്ങൾ ഒരു വ്യക്തിയിൽ നിങ്ങൾ കാണിക്കും, നിങ്ങൾ ഏത് വ്യക്തിയിൽ കാണിക്കുക. എന്നിട്ട് നാണമില്ലാതെ നിങ്ങൾ 5 നന്മ കാണിച്ച് 10 നന്മ കാണിക്കും നിങ്ങൾ ചോദിക്കുന്നു. ഓക്കെ, അപ്പം 3 ദിവസമാണെല്ലാം കണ്ടില്ലെങ്കിൽ അയക്കും. ഇത് മുസ്നദ് അബു അല എന്നുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ കാണും. അപ്പോൾ തിരിച്ച് അപ്പം സുഖമില്ല, എന്തോ പ്രശ്നം പറഞ്ഞാൽ നേരെ പോകും, അങ്ങോട്ട് പോകണം, അല്ല വരുത്തിക്കൊന്നുമല്ല, നേരെ അവിടെ പോയിട്ട് എന്താണ് കാര്യം എന്ന് ആലോചിച്ച് ഈ സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ സാബി ഒരു ശപഥം ചെയ്യും, എനിക്ക് മരണമാണ് നല്ലതെങ്കിൽ എനിക്ക് പെട്ടെന്ന് മരണം വരട്ടെ, അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് സംഭവം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് തിരിച്ച് ദുആ ചെയ്ത് അയാളുടെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് തിരിച്ചു വരും. സംഭവം കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഒരാൾ വരാത്ത അയാൾ ഏതൊരു അള്ളാഹുവിനോട് ദുആ ചെയ്തതിൻ്റെ പേരിൽ ആ സഹാബിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ദുആ പറഞ്ഞ് തിരിച്ച് ആരോഗ്യമായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്ര ഏത് സെഗ്മെന്റ് എടുത്താലും അതിനകത്ത് ഇത്ര 100% എങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. കുട്ടികളെ കണ്ട അങ്ങോട്ട് കയറി സലാം പറയുന്നു, അവരുടെ തല തടവി കൊടുക്കുന്നു, അവരുടെ കവളത്ത് തടവി, അവർ എന്താ കാര്യങ്ങളെന്ന് ചോദിക്കുന്നു, ഓർത്ത് വയ്ക്കുന്നു. ഇവർ പുതിയ പഴയ സഹാബിയാണ്, ഇവർക്ക് അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടാകുന്നില്ല, അവർക്ക് കറക്റ്റായിട്ട് അഡ്രസ്സുകൾ കൊടുക്കുന്നു. നമ്മളെല്ലാം ഇത് പറഞ്ഞു നേരത്തെ. ഇതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഒരാൾ നടക്കും. പക്ഷേ വീട്ടിൽ ആഹാരമില്ല, 3 ദിവസം അടുപ്പിച്ച് ആഹാരമില്ല, ഒരു ഉടുതുണിക്ക് മറുതുണിയില്ല, ചെറിയ വീട്, ഭയങ്കര വെളിമയായ ജീവിതം. വേണമെങ്കിൽ സക്കാത്തിന് ഞാൻ എടുക്കത്തില്ല, എൻ്റെ കുടുംബത്തിന് എനിക്കൊന്ന് സക്കാത്ത് പാടില്ല. ഇത്ര എളിമ. ഇത് വെച്ചിട്ട് നിങ്ങൾ പറയുന്നു സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫേക്ക് മതമാണ്, അള്ളാഹ് ഒന്നുമില്ല, അദ്ദേഹം തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? സംഭവങ്ങളാണ് സംസാരിക്കുന്നത്, സംഭവങ്ങളാണ്. ഇങ്ങനെയാണ് ഒരു ഫേക്ക് ആൾ സുഖലോലുപതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരാൾ ജീവിക്കാതെ. എന്തെങ്കിലും ഒന്ന് ഭരണം കിട്ടി എൻ്റെ പാടിനോട് മാറി എന്നിട്ട് സൂചിച്ച് അന്തപുരത്ത് വലിയ അന്തപുരം ഉണ്ടാക്കി, നല്ല മാളിക ഉണ്ടാക്കി, നല്ല സൂപ്പർ കിരീടവും ചെങ്കോലും വലിയ അരമനയും കൊട്ടാരവും അങ്ങനെ ജീവിച്ചിട്ട് സ്വന്തം ആൾക്കാരെല്ലാം നല്ല നോക്കി അവർക്കെല്ലാം എല്ലാ പൈസയും കൊണ്ടുവന്ന് കൊള്ളയടിച്ച് എല്ലാം കൊടുത്ത് ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാജാക്കന്മാരും ചക്രവർത്തി പറയുന്നത്. ഇത് നേരെ തിരിച്ച് തന്നെ താഴ്ത്തിക്കൊണ്ട് താൻ എനിക്കൊരു പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓരോ പ്രജയ്ക്കും ഒരാൾക്ക് പോലും പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ പറ്റുന്ന ഒരാളിനെ കണ്ടില്ലെങ്കിൽ ഉടനെ ആളെ തിരക്കി പോകുന്ന ഇതൊക്കെ നമുക്ക് ഒരാളിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് മുസ്നദ് അബു അല എന്നുള്ള ഗ്രന്ഥത്തിൽ ഇത് കാണാം. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു പറ്റം യുവാക്കൾ അവർ ദീൻ പഠിക്കാനായിട്ട് മദീനയിൽ വന്ന് തങ്ങും. ഒരു 10 ദിവസം തങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്നതാണ് ഞാൻ പറയുന്നത്, കീനായിട്ട് ശ്രദ്ധിക്കുക. അവർ ദൂരെ നിന്ന് വന്നുകൊണ്ട് അവർ വീട്ടിൽ പോകാത്ത ഗൃഹാതുരത്വം അവരുടെ മുഖത്ത് കറക്റ്റായിട്ട് കാണും. വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇവർക്ക്, അവർ വീട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, നിങ്ങൾ വീട്ടിൽ ആരൊക്കെ വേണം വിട്ടിട്ട് വന്നതെന്ന് ചോദിച്ചിട്ട് പറയും മതി, ഓക്കെ, അപ്പോൾ ഇത് മതി, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയും. 20 ദിവസം കഴിയുമ്പോൾ അവരുടെ മുഖം അവരാരും ഒന്നും പറഞ്ഞല്ല, ആ മുഖത്തിൽ നിന്ന് തന്നെ റീഡ് ചെയ്തെടുത്തു. ഇവർക്ക് വീട്ടിൽ പോകേണ്ട സമയമായി, അവർ തോന്നൽ വീട്ടിലത് ഓർമ്മകൾ വരെ. പക്ഷെ മതം പഠിക്കാനാണ് വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പക്ഷേ ആദ്യം നിങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വീട്ടിലോട്ട് പോകാം. പക്ഷേ ഉപദേശം കൊടുത്തു വിടും, നിങ്ങൾ ഇത് പോയി നിങ്ങളുടെ വീട്ടുകാരെയും പഠിപ്പിക്കുക, ഞാൻ എങ്ങനെയാണ് നിസ്കരിച്ചത് അതേപോലെ നിങ്ങൾ നിസ്കരിപ്പിക്കുക, അതിന് മുമ്പ് ബാങ്ക് വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ പറഞ്ഞു വിടും. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് വെറുതെ അവർ അഭിനയിക്കുന്ന ആളാണ്, ഇതൊന്നും പറ്റത്തില്ല. ഇത് എല്ലാം നാച്ചുറൽ ഫീലിങ്സ് ആണ്. മുഖത്തുനിന്ന് വരുന്ന മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന നാച്ചുറൽ ഫീലിങ്സ് ആണ്. ഇത് ബുഖാരിയിൽ 628, ബുഖാരി 7246, ബുഖാരി 6008 എന്നതിൽ കാണാം. അവർ കുറച്ച് യുവാക്കൾ വന്ന് മതം പഠിക്കാൻ വന്നിട്ട് 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിലൊക്കെ പോകണമെന്നുള്ള തോന്നൽ
അവരുടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു നിസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ നിൽക്കും, വലിയ നീട്ടി നിസ്കരിപ്പിക്കാൻ നല്ല വലിയ സുഹൃത്തൊക്കെ ഓതി നീട്ടി നിസ്കരിപ്പിക്കാൻ എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ ഒരു കുട്ടി കരയുന്ന കാണും. കുട്ടി സ്ത്രീകളും വന്നിരുന്നു ബാക്കിൽ ഒന്ന് നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ കുട്ടി അടുത്ത് അവിടെ കടത്തിയിട്ടായിരിക്കും നിസ്കരിക്കാൻ വന്നത്. അപ്പം പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി ആ അമ്മയ്ക്ക് മാതാവിന് കോൺസെൻട്രേറ്റ് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഷോർട്ട് ചെയ്യും, പെട്ടെന്ന് നിസ്കാരം തീർക്കാം കൊച്ചിൻ്റെ മാതാവിൻ്റെ ഫീലിങ്സിന് വേണ്ടി. അപ്പം അതാണ് ബുഖാരി 710. അപ്പം ദൈവത്തിൻ്റെ കാര്യമാണെങ്കിലും മനുഷ്യൻ്റെ ഫീലിംഗ് അത് ആദ്യമേ അതും കൂടെ വേണം. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യൻ ചെയ്താലേ ആ ഇബാദത്തിൽ അല്ലെങ്കിൽ ആ വർഷപ്പിൽ ഒരു ഇത് കാണത്തുള്ളൂ. വെറുതെ മെക്കാനിക്കലായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് കുറച്ച് സംഭവങ്ങൾ. എങ്ങനെയാണ് ആ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഭരണാധികാരി, ഒരു പ്രവാചകൻ ആൾക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഒരു സൈക്കോളജിക്കലായിട്ട് അവരുടെ വികാരപരമായ ആ രീതിയിൽ കണ്ടുകൊണ്ട് അതിന് സൊല്യൂഷൻ അപ്പം തന്നെ കൊടുക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. ഇന്നൊക്കെ ഇങ്ങനെ ഇത് പലർക്കും ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എങ്ങോ എത്തിയാണ്. അപ്പം പ്രവാചകൻ്റെ മാതൃക മനസ്സിലാക്കി അത് പിൻപറ്റാൻ എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. ബാക്കിയുള്ള ഓരോരോ സവിശേഷ ഗുണങ്ങൾ ഇനിയുള്ള പാർട്ടികൾ നോക്കാം. അസ്സലാമു അലൈക്കും.